സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മസംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദസ്ഥിതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഉരലിൽ കെട്ടിയിടപ്പെട്ടതായ ഭഗവാൻ അത് വലിച്ച് രണ്ട് നീർമരുത് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി പ്രവേശിച്ചു എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് നളകൂബരനും മണിഗ്രീവനും പുറത്തു വന്നു. ഇവർ വൃക്ഷങ്ങളായി തീരാനുള്ള കാരണം നാരായണീയത്തിൽ ആദ്യം പറഞ്ഞു, പിന്നീടാണ് ഭാഗവതത്തിൽ അത് പിന്നെ പറയുക ആരായിരുന്നു നളകൂബര മണിഗ്രീവന്മാരെന്ന്. ഇവിടെ ആദ്യം അത് പറയുന്നു. അതിനടുത്ത് ചില വ്യത്യാസങ്ങൾ കഥ ആദ്യം പറയേണ്ടത് ആദ്യം പറയാൻ വെച്ചിട്ടാണ്. എങ്ങനെയാണ് ഇവർ ആയി തീർന്നതാണല്ലോ ആദ്യം ഉണ്ടായത്. നാരദനെ കണ്ടു. വസ്ത്രം ധരിക്കാതെ ഈ നളകൂബര മണിഗ്രീവന്മാർ അഹങ്കാരം കൊണ്ട് അവരെ ബഹുമാനിച്ചില്ല. സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കൊണ്ട് അവരെ ശപിച്ചില്ല. അങ്ങനെ വൃക്ഷങ്ങളായി തീരട്ടെ. വൃക്ഷങ്ങളാവുമ്പോൾ പുണ്യം മാത്രമേ ഇത്രേ ചെയ്യാൻ പറ്റൂ. തണൽ കൊടുക്കുക, കായ്കനികൾ കൊടുക്കുക. അല്ലാതെ വൃക്ഷങ്ങൾ ഒരിക്കലും ദ്രോഹിക്കില്ല അധികമെന്നാണ്. ഇമൗഭവത് ഭക്തിവശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃതേ കുതസുഖം. മനസ്സ് ഒന്ന് ശാന്തമാവാണ്ട് എങ്ങനെ സുഖം ഉണ്ടാവുക? വളരെ കാലം വൃക്ഷങ്ങളായിട്ട് നിൽക്കുക. 5-ാമത്തെ ശ്ലോകം. യുവാമവാപ്തോ കകുഭാത്മതാംശിരം ഹരിം നിരീക്ഷ്യാഥപദം സ്വമാപ്നുദം ഇതീരിതൗ തൗ ഭവതീക്ഷണപ്രകാം ഗതോ വ്രജാം ദേ കകുഭൗ ബഭൂവതു. പണ്ട് നൃഗൻ എന്ന് പറഞ്ഞിട്ടൊരു രാജാവ് ഒരുപാട് ദാനം ചെയ്തപ്പോൾ ഒരു പശുക്കളെ ദാനം ചെയ്തത്, ഒരു പശു തിരിച്ച് തൻ്റെ തൊഴുത്തിൽ വന്നിരുന്നു. തൊഴുത്തിൻ്റെ പരിചയം കൊണ്ട് അവരിങ്ങനെ വരുമല്ലോ. അതിനെ പിടിച്ച് വേറെ ആൾക്ക് കൊടുത്ത ഒരു പാപം ഉണ്ടായി. ഒരാൾക്ക് കൊടുത്ത് ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. അവർ തമ്മിൽ തർക്കാവും ചെയ്തേ ഓന്തായിട്ട് തീർന്നു എന്നാണ് ഈ ഒരു പാപത്തിന്. അറിയാതെ ചെയ്ത പാപത്തിന് പോലും ശിക്ഷ അനുഭവിക്കണം. അപ്പം അറിഞ്ഞിട്ട് ചെയ്താലോ? ഓന്തായിട്ട് കിടന്നു. പക്ഷെ അപ്പോഴും അതിൽ യമൻ ആണ് ശപിച്ചത്. യമൻ ഒരു മാർഗം, ഒരു ശാപമോക്ഷം കൊടുത്തു. ഭഗവാനെ കാണും, അങ്ങേക്ക് ഓന്തായിട്ട് കിടന്നതുകൊണ്ട് ദോഷമൊന്നും വരില്ല. ഭഗവാനെ കാണിച്ച ഓന്തല്ല, എന്ത് വേണമെങ്കിലും ആവാൻ യമ ഭഗവാനെ ധർമ്മദേവ, ആ ഭഗവാനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്തായപ്പോൾ എന്താ, എത്ര കേമായിട്ടുള്ള ജന്മം കിട്ടി, ഈശ്വരാനുഭവം ഇല്ലെങ്കിൽ ആ ജന്മം കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതേപോലെ ഇവിടെ പറയണം, വൃക്ഷങ്ങളായാലും നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? അതപ്പതനം ഉണ്ടാവുന്നില്ല. കൃഷ്ണനെ കാണാം. ഹരിം നിരീക്ഷ്യാദപദം സ്വമാപ്നുതം. ഹരിയായിട്ടുള്ള കൃഷ്ണഭാവത്തിൽ ഭഗവാൻ വന്ന് ഭഗവാനെ കണ്ടാൽ നിങ്ങൾക്ക് പഴയ സ്ഥിതി തിരിച്ചു കിട്ടും. ശങ്കരാചാര്യർ ഏതോ ശ്ലോകത്തിൽ തന്നെ പറയും, ശിവാനന്ദരേരി ഞാൻ ഏത് ജന്മം വേണമെങ്കിലും എടുത്തോളാം. പുഴുവോ പാറ്റയോ പക്ഷിയോ വണ്ടോ ആയിക്കോട്ടെ, പക്ഷേ ഭക്തി ഉണ്ടാവണം ഭഗവാനെ. ശിവക്ഷേത്രത്തിൻ്റെ ഉള്ളിലത്തെ ഒരു തവളയ്ക്കിട്ട് എന്നെ മാറ്റിയ തവളയാണെങ്കിൽ, ഇല അണച്ച ഒരു കൂവളത്തിലേട്ട് അവിടുത്തെ പാദത്തിൽ വന്നിട്ട് എനിക്ക് കിടക്കാലോ, ശ്രമിക്കാലോ. ഏത് ജന്മമാണെങ്കിലും ഭക്തി ഉണ്ടായാൽ മതി. എത്ര ഉയർന്ന ജന്മമാണെങ്കിലും ശിവ എന്നൊരു വാക്കുച്ചരിക്കാൻ കഴിയില്ലെങ്കിൽ ആ ജന്മം കൊണ്ട് എന്ത് കാര്യം? അതുപോലെ നളകൂബര മണിഗ്രാവന്മാർക്ക് ഹരിയെ കാണാനുള്ള അനുഗ്രഹം കൊടുത്തു. കണ്ടോ, ശാപം ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിലുള്ള അനുഗ്രഹം കൊടുത്തു. ഹരിം നിരീക്ഷ്യാഥപദം സ്വമാപ്നുതം. സ്വന്തം പദത്തെ നളകൂബര മണിഗ്രീവന്മാരായിട്ട് തന്നെ നിങ്ങൾ അപ്പോൾ തിരിച്ചെത്തും, തിരിച്ചുള്ള പദവിയിലേക്ക് എത്തും. ഇതീരിതൗ തൗ ഭവതീക്ഷണസ്പൃഹ.
അങ്ങനെ ഭഗവാനെ കാണാനുള്ള കൊതിയോട് കൂടിയിട്ട് എപ്പോഴാ കാണുക ഈശ്വര ആ ഭാഗ്യം എപ്പോൾ ലഭിക്കും എന്ന് കരുതി ഭവദീക്ഷണ അങ്ങേ കാണാൻ ഗുരുവായൂരപ്പ അവർ കൊതിച്ച് കാത്ത് കിടക്കണം മരായിട്ടേ. ഗതോ പ്രജാന്തേ കകുബൗപഭൂവതു കകുബൗ നീർമരുത് വൃക്ഷങ്ങളായി മാറിയിരിക്കുകയാണ്. അതന്ത്രമിന്ദ്രതൃയുഗം തഥാവിധം സമേയുഷാമന്ധരഗാമിനാ ത്വയാ തിരായിതോലൂകലരോധ നിർദുതൗ ചിരായ ജീർണോ പരിപാതിതോ തരൂ. വംശസ്ഥം എന്നുള്ള വൃത്തത്തിൻ്റെ ആ ഭംഗിയാണ്. അതന്ത്രമിന്ദ്രദ്രുയുഗം പട്ടികപ്പാടിൻ്റെ പദപ്രയോഗം അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം. ഇന്ദ്രദ്രുയുഗം, ഇന്ദ്രദ്രു എന്ന് പറഞ്ഞാൽ ദ്രു എന്ന് പറഞ്ഞാൽ വൃക്ഷമാണ്. യുഗം എന്ന് പറഞ്ഞാൽ രണ്ട്, പദയുഗം പദയുഗളം. ഇന്ദ്ര അപ്രകാരമുള്ള ഇരട്ട വൃക്ഷങ്ങളെ ഭഗവാൻ ഒരല് വലിച്ച് നടുവ് കൂടെ കടന്നു. മന്ധരഗാമിന മെല്ലെ സഞ്ചരിക്കുക. മന്ധര എന്ന് പറഞ്ഞാൽ മെല്ലെ സഞ്ചരിക്കുക നമ്മുടെ അർത്ഥം. രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ കടന്നപ്പോൾ അതന്ത്രം സമേയുഷ ത്വയാ നിന്തിരുവടിയാൽ ആ വൃക്ഷം വീഴ്ത്തപ്പെട്ടു. ചിരായ ജീർണവും തരൂ വളരെ കാലം ദ്രവിച്ച് നിൽക്കുകയാണ് മരം. എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ മറിഞ്ഞു വീഴും. ജീർണവും ദ്രവിക്കുക എന്ന് പറയുമല്ലോ നമ്മൾ. ഈ മരങ്ങളൊക്കെ അടിയിൽ ചിലപ്പോൾ അങ്ങനെ ദ്രവിക്കൽ പതിവുണ്ട്. അങ്ങനെ ദ്രവിച്ച തരൂ വൃക്ഷം തിരായിതോലൂകലരോധന. തിരായിത എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ ആവുക. തിരശ്ചീനം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ എന്നാണ്. കുത്തനെയുള്ളതിനാണ് നമ്മൾ തിരശ്ചീനം വെർട്ടിക്കൽ എന്ന് പറയുക. ഇംഗ്ലീഷിൽ വെർട്ടിക്കൽ കുത്തനെ. അത് ഹൊറിസോണ്ടൽ ആകുമ്പോൾ തിരായിതോതു തിരശ്ചീനം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ. ഒരൽ നേരെ ഹൊറിസോണ്ടലായി കുത്തനെ നിൽക്കുന്നതിന് പകരം ഹനുമാൻ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്ന പോലെ ഈ ഹൊറിസോണ്ടൽ. അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കുമോ ഒരൽ? ഭഗവാൻ ഒന്നങ്ങോട്ട് വലിച്ചിട്ടതോട് കൂടിയിട്ട് ആ വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണു. ചിരായ ചീർണോ പരിപാതിതൗ തരൂ. വളരെ ജീർണിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ രണ്ട് വൃക്ഷങ്ങൾ വലിയ ശബ്ദത്തോടെ താഴത്തേക്ക് വീണു. ഋഷേർ ഭാഗവതമുഖ്യസ്യ സത്യം കർത്തം വജോഹരി. ഭാഗവതാണ് കേട്ടോ. ജഗാമശനകൈസ്തത്ര എത്രാത്താം രമണാർജുന. രണ്ട് അർജുന വൃക്ഷങ്ങൾ. ഇനി അർജുന വൃക്ഷങ്ങൾ എന്നാണ് ഈ നീർമരുതിനെ പറയുക. സംസ്കൃതത്തിൽ പറയുമ്പോഴേ അർജുനനൊന്നുമില്ല അവിടെ. യമളാർജുന വൃക്ഷങ്ങൾ എന്നാണ് യമളാർജുന ഭംഗം ആ ലീലയ്ക്ക് പറയുക. ഈ നാരദൻ പറഞ്ഞിട്ടുള്ള വാക്കിനെ സത്യാക്കണല്ലോ മഹർഷി. ശാപസവാക്യം അസത്യമായും വരാ. മഹർഷിമാരുടെ വാക്ക് എന്ത് പറഞ്ഞാൽ അത് തന്നെ നടന്നിരിക്കും. അതിനെ സത്യം കർത്തും വചോഹരി, സത്യമാക്കി തീർക്കാനായിക്കൊണ്ട്. ഋഷേർ ഭാഗവതമുഖ്യസ്യ, ഭാഗവതമുഖ്യന്മാരായിട്ട് ഋഷിമാരുടെ വാക്കിനെ സത്യമാക്കി തീർക്കാനായിക്കൊണ്ട് ജഗാമശനകൈ തത്ര എത്രാത്തം യമളാർജുന. ദേവർഷിർമേ പ്രിയതമോ യതിമോദനദാത്മജോ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തൻ മഹാത്മന. അവർ പറഞ്ഞതായിട്ടുള്ള കാര്യം സത്യമാക്കി തീർക്കണം. അതിനു വേണ്ടിക്കൊണ്ട് സാധിപ്പിക്കാൻ ഞാനിതാ ശ്രമിക്കുകയാണ്. ഇപ്പോൾ അവർക്ക് മോക്ഷം കൊടുക്കണം. അവർക്ക് ആ വൃക്ഷങ്ങളുടെ ജന്മത്തിൽ നിന്ന് മോചനം കൊടുക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. മരം പുഴങ്ങി വീഴുകയും ചെയ്തു.
ഭാഗവത്തിൽ ആ വാക്കൊക്കെ കേട്ട ചിര വലിയ മരം വീഴണ ശബ്ദം തന്നെ. നിഷ്പേതതു പരമഭിക്രപിത എന്ന് പറഞ്ഞിട്ടാ പറയുക. കൃതചണ്ഡ ശബ്ദം എന്നാണ് ശ്ലോകം അവസാനിക്കുക. ഈ മരമൊക്കെ വെട്ടുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവും ആദ്യം. ഈ ഇലകളോട് കൂടിയിട്ട് ഒരയ്ക്കണ ശബ്ദം ആദ്യം അല്ലേ, ഷേന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഡും എന്നാണ് വീഴും, പിന്നെ ഡും എന്നൊരു വീഴലുണ്ടാവുക. അതേപോലെ തോന്നും ഭാഗവത്തിൽ ആ ശ്ലോകം കേട്ട. ഇഷ്പേതതു പരമ എന്നിട്ട് അങ്ങനെ ശ്ലോകം. കൃതചണ്ഡ ശബ്ദവും ശരിക്കും ആ ശ്ലോകം വായിച്ചാൽ മരം വീണ പോലെ തോന്നുന്ന ചിലർ പറയാം. അതന്ത്രമിന്ദ്രതൃയുഗം തഥാവിധം സമേയുഷാമന്ധരഗാമിനാ ത്വയാ തിരായിദോലൂകലരോധ നിർദ്ദുതൗ ചിരായ ജീർണോപരിപാതിതൗ തരു. വളരെ കാലമായി ജീർണിച്ചതായിട്ടുള്ള ആ വൃക്ഷങ്ങൾ വലിയ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് നിലത്ത് വീണു. അഭാജിശാഗിത്തിദയം യഥാത്വയാ തദേവ തദ്ഗതലാൻ നിരേയുഷ മഹാതിശായക്ഷയുഗേന തക്ഷണാം അഭാജി ഗോവിന്ദ ഭവാനഭിത്തവേ. ഗോവിന്ദ, വീണതായിട്ടുള്ള മരങ്ങളിൽ നിന്ന് നളകൂപരമണിഗ്രീവന്മാർ എഴുന്നേറ്റു. ശാഖിതിദയം, ശാഖി എന്ന് പറഞ്ഞാൽ മരം, തിദയം എന്ന് പറഞ്ഞാൽ ഇരട്ട മരം വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇവർ എഴുന്നേറ്റു. മഹാതിഷ യക്ഷയുഗേന, കുബേരനൊക്കെ യക്ഷവർഗത്തിൽപ്പെട്ടതാണ്. അതാണ് ഇവിടെ യക്ഷയുഗം. 2 യക്ഷന്മാർ ഭഗവാനെ സ്തോത്രങ്ങൾ കൊണ്ട് സേവിച്ചു. അവർ ഭഗവാനെ തുതിച്ചു. മഹർഷിയുടെ ശാപം, സർവേശ്വര ഞങ്ങൾക്കൊരനുഗ്രഹമായി, ഞങ്ങളിങ്ങനെ നളകൂരന്മാരായിട്ട് നടന്നാൽ ഞങ്ങൾക്ക് അങ്ങേ കാണാൻ പറ്റുമോ? ഇപ്പം എത്ര വലിയൊരു ഭാഗ്യമാണ് സിദ്ധിച്ചത്, അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലേ, അതിൽ ഭാഗവത്തിലൊരു ശ്ലോകമുണ്ട്. വാണീ ഗുണാനുകഥനേ ചവണൗ കഥായാം അർത്ഥൗ ച കർമ്മതു മനത്തവ പാദയോർന വൃത്യാം ചിരത്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസദാം ദർശനേസ്തു ഭവത്തനൂനാം. വാണി, ഞങ്ങളുടെ ശബ്ദങ്ങൾ അങ്ങേ സ്തുതിക്കാനായിട്ട് വരേണമേ ഭഗവാനെ. വേണ്ടാത്തൊക്കെ പറയാനല്ല, ഈശ്വര അവിടുത്തെ കീർത്തനങ്ങൾ കീർത്തിക്കാനായിട്ട് ഞങ്ങളുടെ ശബ്ദം എപ്പോഴും ഉപകാരാവണേ. ശ്രവണവും കഥായാം, ചെവിയിൽ അങ്ങയുടെ കഥകൾ ഭക്തന്മാർ പറയണത് ഇങ്ങനെ കേൾക്കാൻ തരാവണേ സർവേശ്വര. ശ്രവണവും കഥായാം ഹത്തൗച കർമ്മസു, കൈകളെ കൊണ്ട് പൂജിക്കാനും ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട പരോപകാരം, ദാനം മുതലായ കാര്യങ്ങൾ ഒക്കെ ഈശ്വരസംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കൈകൾ, പൂജ അല്ലെങ്കിൽ മാമജപം, മാല കയ്യിൽ പിടിച്ച് ജപിക്കുക, ഇതൊക്കെ കൈകൊണ്ട് ചെയ്യാൻ സാധിക്കണം. ഹത്തോച കർമ്മസു മനത്തവ പാദയോർന, മനസ്സിൽ സദാ അങ്ങയെ സ്മരിക്കാൻ സാധിക്കണമേ. വൃത്യാം, ശിരസ്സുകൊണ്ട് അങ്ങയെ നമസ്കരിക്കാൻ സാധിക്കണം. ഓർമ്മ, സ്മൃത്യ എന്ന് പറഞ്ഞാൽ ഓർമ്മയാണ്. ഓർമ്മ കൊണ്ട് അങ്ങയെ സ്മരിക്കാനായിട്ട് സാധിക്കട്ടെ. കണ്ണുകൊണ്ട് സജ്ജനങ്ങളെയും അങ്ങയെയും കാണാൻ തരാവണേ. ഇതാണ് സ്തുതി. സ്തുതിയൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആ കണ്ണുകളെ കൊണ്ട് അങ്ങയെ കാണാനും കാതുകളെ കൊണ്ട് ഭഗവത് കഥ കേൾക്കാനും ഓർമ്മിക്കാൻ സദാ ഭഗവത് സ്മരണ ഉണ്ടായിത്തീരാനും കണ്ണുകളെ കൊണ്ട് സജ്ജനങ്ങളെയും അങ്ങയെയും കാണുക. ഭഗവാന്റെ ശരീരം തന്നെയാണ് സജ്ജനങ്ങൾ എന്നാണ്, രണ്ടല്ല. അത് കാണാനായിട്ട് സാധിക്കട്ടെ. ചെവി കൊണ്ട് അവിടുത്തെ കഥകൾ കേൾക്കാനും തരാവണേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ സ്തുതിച്ചു. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഇഹാന്യ അഭക്തോപി സമേഷ്യതിക്രമാൻ ഭവന്തമേതോ കലു രുദ്രസേവകോ. രുദ്രസേവകന്മാരായിട്ടുള്ള ഇവരിപ്പോൾ വിഷ്ണുഭക്തന്മാരായി മാറി. രക്ഷിച്ചതാരാ? കൃഷ്ണനാണ്. അപ്പോൾ കുറേയൊക്കെ ഏതെങ്കിലുമൊക്കെ ദൈവങ്ങളെ സേവിച്ചവരും അവസാനം അവരുടെ സുഹൃതം കൊണ്ട് എവിടെ എത്തും? വിഷ്ണുഭക്തന്മാരായിട്ട് മാറും. പട്ടേരിപ്പാടിന് ഈ വിഷ്ണുഭക്തന്മാരോടൊരു ചായ്വ് എപ്പോഴും ഉണ്ട്. അതിടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഥയെ കൂടെ അദ്ദേഹം കാണിക്കും. അത് തെറ്റൊന്നുമില്ല, ഭക്തി കൊണ്ടല്ലേ, വേറൊന്നും ഉണ്ടല്ലോ. മുനിപ്രസാദാത് ഭവതംഗ്രിമാഗതൗ, മഹർഷിയുടെ ശാപം കൊണ്ടിതാ ശിവഭക്തന്മാരായിരുന്നു സത്യത്തിൽ ഈ നളകൂവരന്മാർ. അവരിപ്പോൾ എന്തായി മാറി? അങ്ങയുടെ ഭക്തന്മാരായിട്ട്
സംഗതി വശാൽ മാറി. ഗതോവൃണാനോകലു ഭക്തിമുത്തമാം. അവർ കൃഷ്ണഭക്തിയാണ് വരമായിട്ട് ചോദിച്ചത്, വേറൊന്നും ചോദിച്ചില്ല കേട്ടോ. അത് വേണം ഇത് വേണം എന്നൊന്നും അവർ ചോദിച്ചില്ല, കൃഷ്ണഭക്തി മാത്രം. അപ്പോൾ മറ്റ് ഭക്തന്മാരും ആ ഭഗവാന്മാരെ ഭരിച്ച് ക്രമേണ എവിടെ എത്തും? സർവേശ്വര, വിഷ്ണു ഭക്തന്മാർ അങ്ങയുടെ ഭക്തന്മാരായിട്ട് മാറും എന്ന് ഈ കഥ കാണിക്കുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.